السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن عثمان بن عفان رضي الله عنه عن الرسول صلى الله عليه وسلم قال: من صلى العشاء في جماعة فكأنما قام نصف الليل. رواه مسلم. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കാമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. നിസ്കാരമാണ് ഒരു വിശ്വാസിയുടെ മുഖമുദ്ര എന്ന് തിരിച്ചറിഞ്ഞവരാണ് നമ്മളൊക്കെ. അതിൽ ഓരോ നിസ്കാരത്തിനും മറ്റൊരു നിസ്കാരത്തെ സംബന്ധിച്ച് ഏറെ സവിശേഷതകളുണ്ട്. അവയെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ സംസാരിച്ചു വന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇശാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറഞ്ഞു, രണ്ട് നിസ്കാരങ്ങൾ അത് ബറാഅത്തുകളാണ്. ബറാഅത്ത് എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുത്തുന്നത്, അനുഗ്രഹമുള്ളത്. ഏതിൽ നിന്നൊക്കെ? മിനന്നാരി, ഒന്ന് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതാണ്. മറ്റൊന്ന് ബറാഅത്തും മിനൻ നിഫാഖ്, നിഫാഖിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത്. നിഫാഖ് ഉണ്ടോ ഇല്ലേ എന്ന് തിരിച്ചറിയാനുള്ള ഒരു അടയാളമായിട്ട് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എനിക്കും നിങ്ങൾക്കൊക്കെ നിഫാഖിന്റെ ചുവയുണ്ടോ മണമുണ്ടോ എന്ന് പരിശോധിക്കാൻ അത് ഏറെ ഉപകരിക്കുമെന്നർത്ഥം. ഒരു ആത്മ പരിശോധനയ്ക്ക് അനിവാര്യം കൂടിയാണ് ഇശാ നിസ്കാരം എന്നർത്ഥം. നമുക്കൊക്കെ അറിയാം, പള്ളികളിലൊക്കെ മഗ്‌രിബ് വലിയ സജീവമായിരിക്കും, ചിലപ്പോൾ ജനനിബിഡമായിരിക്കും. എന്നാൽ ഇശായിനിങ്ങനെ ഊരിയ തീപ്പെട്ടിയുടെ കൊള്ളി പോലെയാണ്. പിന്നെ അവിടെ രണ്ട്, ഇവിടെ രണ്ട്, നാലും ഒക്കെ ആയിട്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്ഖലു, ഏറ്റവും ഭാരമേറിയതാണ് ലിൽ മുനാഫിഖീൻ, മുനാഫിക്കുകളായ ആളുകൾക്കുള്ളത് രണ്ട് നിസ്കാരങ്ങൾ. അതിലൊന്ന് ഇശാഉം മറ്റൊന്ന് ഫജറുമാണ് എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിളംബരം നടത്തിയ അടുത്ത ഇശാ മുതൽ അടുത്ത ഫജർ മുതൽ പള്ളി ഫുള്ളാണ്. ഇനി ഞങ്ങളെങ്ങാനും മുനാഫിഖായിട്ട് ചാപ്പ കുത്തിയെങ്കിലോ എന്ന് പേടിച്ചിട്ട് ആളുകൾ സജീവമായിട്ട് പള്ളിയിലുണ്ടായിരുന്നു. എന്നാൽ അതിൻ്റെ പ്രതിഫലത്തെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് രാത്രിയുടെ അർദ്ധഭാഗം. നമുക്കൊക്കെ 5 നേരം നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ എത്ര പ്രയാസവും ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ ഒരു ദിവസത്തിന്റെ 24 മണിക്കൂറിൽ ഏകദേശം 6 മണിക്കൂർ നിസ്കരിച്ച പ്രതിഫലമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇശായിലൂടെ ഒരു വിശ്വാസിക്ക് ലഭ്യമാകുക എന്ന് മനസ്സിലാക്കി തരുന്ന ഹദീസാണ് ഞാൻ നേരത്തെ നിങ്ങളെ പറഞ്ഞു കേൾപ്പിച്ചത്. മൻ സ്വല്ല അൽ ഇശാ, ആരെങ്കിലും ഇശാ നിസ്കരിച്ചാൽ, ഇത് കേട്ട അല്ലെങ്കിൽ കേൾക്കുന്ന മുസ്ലിമായ മുഅ്മിനായ നമ്മളൊക്കെ രക്ഷപ്പെട്ടു, അർദ്ധഭാഗം കിട്ടിയെന്നല്ല വിചാരിക്കുക. അല്ല, കിട്ടൂല. എങ്ങനെ? ഫി ജമാഅത്തിൻ, ജമാഅത്തായിട്ട് അവനാൻ്റെ വീട്ടിൽ അത് സുന്നത്ത് നിസ്കരിക്കാൻ, ഫർള് നിസ്കരിക്കാൻ അള്ളാഹിൻ്റെ വീട്ടിൽ, അവിടെയാണ് ജമാഅത്തുള്ളത്. അതോ ഒന്നാമത്തെ ജമാഅത്തുള്ളത് എവിടെയെങ്കിലുമൊക്കെ കയറിക്കൂടി KSRTC ബസ്സിൻ്റെ കമ്പി തൂങ്ങി പിടിച്ച പോലെ അവസാനം വന്ന് തൊട്ട് തൂങ്ങിയിട്ടൊന്നും അതുകൊണ്ട് ജമാഅത്ത് എന്ന് പറയാൻ പറ്റില്ല. അവ്വൽ വക്തിലുണ്ടാകണം. അതായത് ജമാഅത്തായിട്ട് നിസ്കരിച്ചാൽ ഫകഅന്നമാ ഖാമ നിസ്ഫുൽ ലൈൽ, അയാൾ രാത്രിയുടെ അർദ്ധഭാഗം നിന്ന് നിസ്കരിച്ചവനെ പോലെയുള്ള കൂലി കിട്ടും. തഹജ്ജുദൊക്കെ നമുക്ക് ചിലപ്പോൾ അരമണിക്കൂറോ 1 മണിക്കൂറോ ഏറി വന്നാൽ 1-1.5 മണിക്കൂർ നിസ്കരിക്കുന്ന ആളിലൊക്കെ ഉണ്ടാകും. അള്ളാഹു ഇത് ഖബൂൽ ചെയ്യട്ടെ. പക്ഷേ അതും അതോടൊപ്പം തന്നെ ഒരു അർദ്ധഭാഗവും കൂടി കിട്ടുന്ന പ്രതിഫലമുണ്ട് ഏത്? ഈ ഇശാ ജമാഅത്തിന് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസിലൂടെ വ്യക്തമാക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ജമാഅത്ത് നമസ്കാരങ്ങളിലും അതിൽ ആദ്യ വക്തിൽ, ആദ്യ സഫിൽ, ആദ്യ തക്ബീറിൽ ഉൾപ്പെടാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുകയും അതിന്റെ ഗുണം ഇരുലോകത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. അബദ്ധവശാൽ അറിയാതെ അറിഞ്ഞുമർക്ക് ചെയ്തു പോകുന്ന എല്ലാവിധ തെറ്റുകുറ്റങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരുലോകത്തും അവ മറച്ചു വെച്ച് പുറത്തു തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അല്ലാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായി വീടുകളിലും ആശുപത്രികളിലും ഈ മജ്ലിസിലും ഒക്കെ ഇരിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആജിലും കാമിലുമായ ശിഫയും ആഫിയത്തും ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സിഹത്തും താഖത്തും ആഫിയത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും എപ്പോഴും നൽകി അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ള മുത്തഖീങ്ങളായി ജീവിക്കാനും
ജീവിതാന്ത്യം വരെ ആ ജീവിത വിശുദ്ധി കാത്തുസൂക്ഷിക്കാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മരണസമയത്ത് അഫ്ദൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായ ഈമാനോടുകൂടി പറഞ്ഞ് പുഞ്ചിരിയോടുകൂടി കണ്ണടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവരുടെയും നമ്മുടെയും അള്ളാഹു എളുപ്പമാക്കി അവരെയും നമ്മയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഉപജീവനത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹു ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ പാരത്രികമായ ലോകത്ത് ജന്നാത്തുൽ ഫിർദൗസിന്റെ ഉടമകളായ അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ്സാലികളും ശുഹദാക്കളും സുദ്ദീഖീങ്ങളും ഉൾപ്പെടുന്ന സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته.